ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡൂസ് യൂണിവേഴ്സ്. എല്ലാവർക്കും ഒരു വാം ഗുഡ് മോർണിംഗ്. ബിക്കോസ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ടൈം രാവിലെ 6:45 കേട്ടോ. ഈ ടൈമൊന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ കാണാറേ ഇല്ല. അതുകൊണ്ട് കുറച്ച് ഫ്രഷ്നെസ് ഒക്കെ തോന്നുന്നുണ്ട്. ഇത്രയും രാവിലെ എണീക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ. നമുക്കിന്ന് ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. കുറേ നാളായിട്ട് റെഗുലറായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരം കൂടിയാണ് ഈ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. സോ പ്രത്യേകിച്ചൊന്നുമില്ല, വി ആർ പ്രഗ്നൻറ്റ്. ഞങ്ങളെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, GTT ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ റിയലൈസ് ചെയ്തപ്പോഴത്തേക്കും എവിടെ നോക്കിയാലും പ്രഗ്നൻസി തന്നെയായിരുന്നു. എല്ലാവരും പ്രഗ്നൻ്റായ വീഡിയോസ് ഷെയർ ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ട് ഞങ്ങളും എല്ലാ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്തുകൊണ്ടത് ഷെയർ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുഞ്ഞ്, ഞങ്ങളുടെ ഗർഭം, ഞങ്ങളുടെ പ്രസവം, അതൊക്കെ നമുക്കുള്ള എക്സൈറ്റ്മെൻറ്റ് പോലെ മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പം ഞങ്ങളുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉപകാരമാകുമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ മാത്രം ഷെയർ ചെയ്യാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അപ്പോയിൻമെൻറ്റ് ചെക്ക് ചെയ്യുകയാണ്. ഈ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെ വേണം വരാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേറ്റ അപ്പം തൊട്ട് വിശക്കുന്ന ഒരു ടീം എന്നുള്ള നിലയിൽ എനിക്ക് നല്ല ടയർഡ്നെസ് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ ഇരുത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മളോട് ബ്ലഡ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞത്. അതിൻ്റെ മുഷിപ്പൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ആ കാണുന്നതാണ് നമ്മുടെ ഭാവി അച്ഛൻ. നമ്മുടെ അപ്പോയിൻമെൻറ്റൊക്കെ ചെക്ക് ചെയ്ത് ഫീസൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലാബിലേക്ക് പോയിട്ട് ആദ്യത്തെ ബ്ലഡ് എടുക്കലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണേ. രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ വന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ബ്ലഡ് എടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറൊക്കെ ആ ചേച്ചി എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഹോസ്പിറ്റൽ വളരെ അടുത്താട്ടോ, നമ്മൾ താമസിക്കുന്നതിൻ്റെ വളരെ അടുത്താണ്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ദൂരം നടക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ചേച്ചിയോട് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ബ്ലഡ് ഇങ്ങനെ എടുക്കുന്ന നോക്കി ഇരിക്കണ കണ്ടോ. ചാൾസ് ശിവരാജിൽ മാത്രമേ ഞാൻ ഇത്രയും ധൈര്യം കണ്ടിട്ടുള്ളൂ. പണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഈ ബ്ലഡ് എടുക്കലും സിറിഞ്ചും ഒക്കെ. ഇപ്പം ഒന്നും അല്ലാതെ ആയിട്ടുണ്ട്. ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ സെക്കൻഡ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 75 ഗ്രാം ഗ്ലൂക്കോസ് പൗഡർ വാങ്ങിച്ചിട്ട് അത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് നമ്മളിനി കുടിക്കേണ്ടത്. അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി ബ്ലഡ് എടുക്കാനുണ്ട്. അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് ഒരു ലഘുവായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. രാവിലെ ഇറങ്ങിയോണ്ട് വീട്ടിലൊന്നും വെച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഹോട്ടലിൽ വന്നിട്ട് ഞാൻ നല്ലൊരു നെയ് റോസ്റ്റ് പാസ്സാക്കി, സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഇപ്പം നമ്മൾ ഗ്ലൂക്കോസ് വെള്ളം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കുഞ്ഞി കുപ്പിയിൽ ആ 75 ഗ്രാം ഫുള്ള് ഗ്ലൂക്കോസ് നമ്മൾ ഇട്ടിട്ട് പിന്നെ അതിനകത്തേക്ക് ഒരു 250 മില്ലി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയിട്ട് നമ്മളത് കുടിക്കണം. അത് കഴിഞ്ഞ് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ബ്ലഡ് എടുക്കാൻ വേണ്ടി പോകേണ്ടത്. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞാണ്. അത് കഴിഞ്ഞിട്ടാണ് ഗ്ലൂക്കോസ് വെള്ളം കുടിക്കണേ കേട്ടോ. അജി വന്നിട്ട് എനിക്ക് വേണ്ട ഗ്ലൂക്കോസ് വെള്ളം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം നമ്മൾ കണ്ട വീഡിയോസും പറഞ്ഞ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ടുണ്ടായിരുന്നു ഞാൻ. കലങ്ങിയില്ലോ, ഒന്നുകൂടെ കലങ്ങിയിട്ട് ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ മോനെ. അതുപോലെയുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ട് ടെൻഷനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം. ആരും ഇതെന്താ ഏതാണെന്നൊന്നും അധികം വിശദീകരിക്കില്ല. ജസ്റ്റ് ഇങ്ങനെ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു 6 മന്ത്സിന് അടുത്താകുമ്പോൾ അല്ലെങ്കിൽ 5 മന്ത്സ് സംതിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഫുൾ ഫാസ്റ്റ് ചെയ്തിട്ട്, അതായത് ഒന്നും കഴിക്കാതെ നമ്മൾ പോയിട്ട് ഫസ്റ്റ് ഒരു പ്രാവശ്യം ബ്ലഡ് എടുക്കണം. അതാണ് ഇവിടെ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഒരു ലഘുവായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വരെ പോകും. അത് കഴിഞ്ഞിട്ട് 75 ഗ്രാമിൻ്റെ ഒരു ഗ്ലൂക്കോസ് നമ്മൾ വാങ്ങിച്ചിട്ട് അതൊരു എത്ര ml ഉണ്ടാവും ഏകദേശം വെള്ളം?
250 ml അത് മൊത്തമായിട്ട് കലക്കണം. അതാണിപ്പോൾ നിങ്ങൾ കണ്ടത്. മൊത്തമായിട്ട് കലക്കിയിട്ട് ഇത് ഛർദ്ദിക്കാതെ കുടിക്കണം, ഫുള്ളും കുടിക്കണം. ഛർദ്ദിക്കാതെ ഫുള്ളും കുടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി നെക്സ്റ്റ് സംഭവങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്, ഇതിന് ഫുള്ള് കുടിക്കണം. അയ്യോ, ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, ബാക്കിയുള്ളവരുടെ എക്സ്പ്രഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ കുടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഒന്നും കൂടി പോയി ബ്ലഡ് ടെസ്റ്റ് എടുക്കണം. അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇതുവരെ അറിയാത്തവർക്കും ഇനി എപ്പോഴെങ്കിലും ചെയ്യുന്നവർക്കും ഇത് ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഇട്ടത്. ഓക്കെ, കുളിക്കണം. ഒരു 75 ഗ്രാം ഫുള്ള് ഗ്ലൂക്കോസ് ആണ് ഇത്. വേണ്ട, അത് കുടിക്കുമ്പോൾ പോവല്ലോ വയറ്റിക്ക്. അപ്പോൾ 250 ml ഛർദ്ദിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. 250 ml വെള്ളത്തിലാണ് കലക്കിയേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഛർദ്ദിക്കാൻ വരുന്നത് ചില ആൾക്കാർ ഛർദ്ദിക്കുന്നത് കണ്ടു. എന്താ സംഭവം അറിയോ? അതിന്റെ ഒരു മധുരം ഇല്ലേ, ആ മധുരം ഭയങ്കര കൂടിയിട്ട് തൊണ്ടയിൽ ഇങ്ങനെ ഒരു ഇച്ചിങ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എൻ്റെ മുഖ ഷേപ്പ് ഇപ്പം മാറിയത്. പക്ഷെ നല്ല മധുരമുള്ള ഒരു വെള്ളം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഛർദ്ദിക്കാൻ മുട്ടുന്ന മാതിരി എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, സത്യമായിട്ടില്ല. ഇല്ല, തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട് ഈ മധുരം കൂടിയതുകൊണ്ട്. നമുക്ക് പെട്ടെന്ന് എരിവുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മൾ തൊണ്ട പിടിക്കുന്നില്ലേ, അതുമാതിരി ആക്കുന്നുണ്ട്. കണ്ട ഓക്കെ. இப்படி சிம்பிளாக முடிச்சிட்டேன். അത് അതിൻ്റെ ഒരു എന്തോ ഒരു ഗ്യാസ് മാതിരി ഒരു സാധനമുണ്ട്, മധുരത്തിൻ്റെ ഒരു ഗ്യാസ് മാതിരി ഒരു സാധനം നമ്മൾ തൊണ്ടയിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ട്, ഞാൻ ഭയങ്കര സ്വീറ്റ് ക്രേവിങ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ഇത് പറ്റി. ഇത് കുടിച്ച് കഴിഞ്ഞതാ കണ്ട, ഛർദ്ദിക്കാനൊന്നും വരുന്നില്ല. കാരണം ഫുഡ് കഴിച്ചിട്ട് കൃത്യമായി ഇടവേള വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാനൊന്നും വരില്ല. വെറും വയറ്റിൽ നമ്മളിങ്ങനെ ഇത്രയും മധുരം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദ്ദിക്കാൻ മുട്ടും. സോ ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഇവിടെ അടുത്ത ഹോസ്പിറ്റൽ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. സോ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകും. എന്തിനാ, ഒന്നും കൂടെ ബ്ലഡ് എടുക്കാൻ. ഓക്കെ, അപ്പം കാണാം. ഞാൻ വന്നിട്ടേ നടന്ന് വീഴ്ത്താം. ഒരുമാതിരി അസ്വസ്ഥതയാവുന്നുണ്ട് കേട്ടോ. ആരും ഈ 2 മണിക്കൂർ നേരത്തേക്ക് എന്ത് സംഭവിക്കുന്നുള്ളതൊന്നും പറഞ്ഞു കണ്ടിട്ടില്ല. ഞാനെന്തായാലും ഈസി ആയിട്ട് കുടിച്ചു. പക്ഷേ എന്തോ ഒരു തല കറക്കം മാതിരി, ഒരു പരവേശം മാതിരി അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. ഛർദ്ദിക്കോ ഇല്ലോ എന്ന് ദൈവത്തിനറിയാം. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഇന്ന് എടുക്കാൻ പറ്റില്ല അത്രേ, അപ്പോൾ പിന്നെ നാളെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ പിന്നെയും ഞാൻ അത് കുടിക്കണ്ടേ, അതുകൊണ്ട് ഛർദ്ദിക്കാതിരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആകെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ഉണ്ട്, എന്താ തൊണ്ടയിലും വയറ്റിലൊക്കെ. നോക്കാം, 2 മണിക്കൂർ പിടിച്ചു നിൽക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സക്സസ്ഫുള്ളി ഛർദ്ദിക്കാതെ പിന്നെയും ബ്ലഡ് എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടോ. സോ നമ്മൾ ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചതിന് ശേഷം ഒന്നും കൂടി ബ്ലഡ് എടുത്തു. ഞാൻ ഈ പ്രാവശ്യം വലത് കൈയിലാട്ടോ ബ്ലഡ് എടുത്തത്, അതുകൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു. കുറച്ചേരം വയ്ക്കാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ദി പ്രോസസ്. 2 മണിക്കൂർ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയിട്ട് നല്ല ഉറക്കം. കാരണം രാവിലെ എഴുതിയിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ ഷുഗറിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ഒടുക്കത്തെ വെയിൽ, പാലക്കാടിൻ്റെ വെയിലല്ലേ അറിയാലോ. എങ്ങനെയാലും ഒന്ന് അവിടെ എത്തിയാൽ മതി. അങ്ങനെ പിന്നെ ഇത് കുടിച്ചതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഫുള്ളൊരു അസ്വസ്ഥതയുണ്ടാവും നമുക്ക്. ഒരു വയറ്റിലും അതുപോലെ എന്താണ് തൊണ്ടയിലൊക്കെ ഒരു അസ്വസ്ഥതയുണ്ടാവും. ഒരുമാതിരി ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നും, പക്ഷെ നമ്മൾ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഛർദ്ദിക്കില്ല. ഞാൻ ഛർദ്ദിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, റിസൾട്ട് ഇനി 4 മണിയാവുമെന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് 4 മണിക്ക് വന്ന് വാങ്ങിക്കാം. ഇവിടെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കൊന്ന് വാങ്ങിക്കാം. നമ്മളെങ്ങോട്ടാ? ആക്ച്വലി 4 മണി 4:30 നമ്മൾ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഷുഗർ ഇല്ലാതിരുന്നാൽ മതിയാകും. സപ്പോസ് ഷുഗർ ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാം കട്ട്, ഫ്രൂട്ട്സ് കട്ട്, പാല് കട്ട്, എല്ലാം കട്ട്. ഇല്ലാതിരുന്നാൽ നല്ലത്. റിപ്പോർട്ട് കിട്ടിയിട്ടോ. സോ ഇനി നാളെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. വേറെ എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് നടക്കണം. നടത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. കോലത്തിൽ ഇതുവരെ ആൾക്കാർ കണ്ടിട്ടേ ഉണ്ടാവില്ല. എന്താ നോർമലാ? നോർമൽ. അപ്പം എനിക്കെൻ്റെ ഫ്രൂട്ട്സ് ഇനി അടിച്ച് കയറ്റാം. ഞാൻ ഓൾറെഡി ഫ്രൂട്ട്സ് ഫാസ്റ്റിങ്ങിന് മുമ്പ് 70 to 110 കിലോ, 70 to 140. ഓ, എനിക്ക് ഷുഗർ നോർമലാണ്. എനിക്ക് ഇത്രയും സന്തോഷമുള്ള വേറൊരു കാര്യമില്ല. കാരണം എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതും കൂടി ആയ സമയത്ത് ഞാൻ മുതലെടുക്കുകയാണ് ഫുള്ള് ഫ്രൂട്ട്സ്. അപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. സോ ഇല്ല, നോർമലാണ്. ഹാപ്പി. ശരി, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര പോരെ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി പ്രഗ്നൻസി സംബന്ധമായി എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർക്കാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബൈ. പ്രേ ഫോർ us.